ഹലോ, ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മുടെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ നമ്മൾ അറിയുന്ന ഒരു സന്തോഷമില്ലേ? ഏകദേശം ആ സന്തോഷമാണ് മാനസികമായി എനിക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് വേണ്ടി മാത്രമാണെന്ന് ആരാ പറഞ്ഞത്? മാനസികമായ സാമൂഹികമായ ഊർജം അത് ഉറപ്പായും തരുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ ഭാണ്ഡക്കെട്ടുമായാണ് ഇപ്രാവശ്യം ഞാൻ ജിമ്മിലേക്ക് എത്തിയത്. രാവിലെ ഒരു എനർജി ബോംബാണ്, രാത്രിയാകുമ്പോൾ ശ്വാസം മുട്ടലും. ഓന്നിന്റെ നിറം മാറ്റം പോലെയാണ് എൻ്റെ ആരോഗ്യാവസ്ഥ. നടുവിൻ്റെ ടെയിൽ ബോണിന് എനിക്ക് കാര്യമായൊരു പണി കിട്ടി. ഇരിക്കാനോ കുനിയാനോ പോലും വയ്യ എന്ന് പറഞ്ഞപ്പോൾ പലരും എന്നെ കളിയാക്കി. ചന്തി കുത്തി ഇരിക്കാൻ പറ്റുന്നില്ല എന്നങ്ങ് പറഞ്ഞാൽ പോരെ എന്നൊക്കെ. കമന്റ് ചെയ്തവരോട് ചോദിച്ചോട്ടെ, നിങ്ങൾ ഈ പറഞ്ഞ സാധനം വെച്ചല്ലേ ഇരിക്കുന്നേ? എൻ്റെ ചേച്ചിക്ക് അതേ ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ അമ്മയ്ക്ക് അതേ ബുദ്ധിമുട്ടുണ്ട്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്, ഡോക്ടറുടെ ഡീറ്റെയിൽസ് അയക്കാമോ എന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചവരുമുണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ മാനുഷിക പരിഗണനയോടുകൂടി കാണാൻ കഴിയാത്തത് നിങ്ങളുടെ പ്രശ്നമാണ്. എനിക്ക് വന്നിട്ടുള്ള സകല ആരോഗ്യ പ്രശ്നങ്ങളും ശ്വാസമുട്ടൽ ഉൾപ്പെടെ എക്സസൈസിലൂടെ ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി എക്സസൈസിന്റെ കാര്യം തദൈവയാണ്, റെഗുലറേ അല്ല. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവിൽ ഞാൻ വീണ്ടും ആരംഭിക്കുകയാണ്. നമ്മുടെ ജിമ്മിലേക്ക് വരുമ്പോഴേ പെട്ടെന്ന് എന്തെല്ലാം കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതാണ് ഇന്നത്തെ വീഡിയോ. പോകാം വീഡിയോയിലേക്ക്. 3 മക്കളെയും ഒരുമിച്ച് അമ്മയ്ക്ക് മാനേജ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് ഒരാളെയെങ്കിലും ജിമ്മിലേക്ക് പോകുമ്പോൾ ഞാൻ കൂടെ കൂട്ടാറുണ്ട്. മാതങ്കി അങ്ങനെയാണ് ഈ റൗണ്ട് അടിച്ച് നടക്കുന്നത്. ഒരു മസിലിന് വേണ്ടി മാത്രമായി, പ്രത്യേകിച്ചും ആപ്സിന് വേണ്ടി മാത്രമായി വർക്കൗട്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല. കോർ സ്ട്രെങ്തനിങ്, കാർഡിയോ വർക്കൗട്ട്സ് ആണ് ഇന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. കൂട്ടത്തിൽ തന്നെ മാസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് സ്ട്രെച്ചിങ് എക്സസൈസുകളും വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാം. ഈ വീഡിയോ അങ്ങനെ തന്നെ സേവ് ചെയ്ത് വെച്ച് പ്രാക്ടീസ് ചെയ്താലും വളരെ യൂസ്ഫുൾ ആണ്. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെല്ലാം നമ്മൾ തന്നെ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ്. പ്രമേഹത്തിന്റെ കാരണങ്ങൾ പരിശോധിച്ചാൽ ആദ്യത്തേത് ശരീരത്തിന് ആവശ്യമായ വ്യായാമം ലഭിക്കുന്നില്ല എന്നത് തന്നെയാണ്. രണ്ടാമത്തെ കാരണം തീറ്റ തന്നെ തീറ്റ, അമിതമായി ഭക്ഷണം. 50 വയസ്സിന് ശേഷം നമുക്ക് വേണ്ടതിന്റെ ഇരട്ടി ഭക്ഷണമാണ് നാം ഉപയോഗിക്കുന്നത് എന്നാണ് കേരളത്തിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എക്സസൈസിന് ശേഷം മാസ്റ്റർ ചെയ്യുന്ന ഇതുപോലെയുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ ഞാനും ചെയ്തിരുന്നെങ്കിൽ ഞാൻ എന്നേ നന്നായി പോയേനെ. ജിനോയുടെ പേഴ്സണൽ ട്രെയിനറാണ് രഹിൻ. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ, റേസിലല്ലേ. എക്സസൈസ് ചെയ്യാൻ സമയമുണ്ടെങ്കിലും അതിനുശേഷമുള്ള സ്ട്രെച്ചിങ് ചെയ്യാൻ പലർക്കും സമയം കിട്ടാറില്ല. 30 വയസ്സ് കഴിയുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗത്തിനും വ്യത്യാസം വരും. 40-ന് ശേഷം വീണ്ടും വ്യത്യാസം വരും. 50 വയസ്സിന് ശേഷം അതിന്റെ തോത് വീണ്ടും കൂടും. ഇത് നല്ല രീതിയിലാകാനും ശരീരത്തിന്റെ പ്രവർത്തനങ്ങളെ ആരോഗ്യകരമായി കൊണ്ടുപോകാനും എല്ലാ വ്യക്തികളും ചെറിയ രീതിയിലെങ്കിലും എക്സസൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് എന്താണ്? എക്സസൈസ് ചെയ്യണമെങ്കിൽ ജിമ്മിൽ പോകണം, ഫിറ്റ്നസ് സെന്ററുകളിൽ, വെൽനസ് സെന്ററുകളിൽ പോകണം എന്നല്ലേ? ആ ഒരു ധാരണ തന്നെ തെറ്റാണ്. നമ്മുടെ വീടുകളിൽ, നമ്മുടെ മുറ്റങ്ങളിൽ, ഇടവഴികളിൽ എല്ലാം ചെയ്യാൻ സാധിക്കുന്ന കുറച്ച് എക്സസൈസുകൾ ഉണ്ട്. അതാണ് ഈ വീഡിയോയിലൂടെ ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വീട്ടിലും ചെയ്യാമല്ലോ. ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരേ ഇരിപ്പിലുള്ള ജോലിയല്ലേ. വേര് വന്നാണ് എൻ്റെ നട്ടല് ലോക്കായി പോയതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ എല്ലുകൾ ശക്തമായി തുടരാൻ അതിന് ജോലി നൽകിയാൽ മതി. എല്ലുകളെ ശക്തമായി നിലനിർത്താനുള്ള ഏറ്റവും നല്ല മാർഗം ഭാരം താങ്ങുന്ന ഇമ്പാക്റ്റ് വ്യായാമങ്ങളും പേശികളെ ശക്തിപ്പെടുത്തുന്ന എക്സസൈസുകളുമാണ്. എല്ലുകൾക്ക് ചെറിയ വ്യായാമങ്ങൾ വളരെ നല്ലതാണ്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആപ്സ് വർക്കൗട്ടാണ്, മാസ്റ്റർ ചെയ്യുന്നത് സ്ട്രെച്ചിങ് എക്സസൈസുകളുമാണ്. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നത് ഇതെന്താ മിക്സ് ചെയ്ത് കാണിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നടുവിനുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നില്ലേ? എന്ത് എക്സസൈസ് ചെയ്താലും, മെഷീൻ വർക്കൗട്ട്സ് ചെയ്താലും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നട്ടലിനായുള്ള സ്ട്രെങ്തനിങ് എക്സസൈസുകൾ വർക്കൗട്ട്സും കൂടി കാണിച്ചു തരാം. ഇത് നിർബന്ധമായും പ്രാക്ടീസ് ചെയ്യാറുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. കുനിയാൻ പറ്റുന്നുണ്ട്, ചരിഞ്ഞ് കിടക്കാൻ പറ്റുന്നുണ്ട്, തുമ്മാൻ പറ്റുന്നുണ്ട്, എല്ലാം ഓക്കെയാണ്. ഇതൊക്കെ ലൈഫ് സേവിങ് എക്സസൈസ് ആണ്. നല്ല സ്ട്രെങ്ത് നമുക്ക് അപ്പം തന്നെ ഫീൽ ചെയ്യും. ഈ പിടുത്തം എല്ലാം മാറും. മൂവ്മെന്റ് കുറച്ചുകൂടി ഈസി ആകും. അഞ്ജലി ഏത് ജിമ്മിലാ പോകുന്നത്, ഏത് ടൈമിലാ പോകുന്നത്, ആ സമയം അവിടെ ഗേൾസ് വരാറുണ്ടോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് കേട്ടോ. വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം സപ്പോർട്ട് ചെയ്ത് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്ത് സ്ട്രെച്ചിങ് വർക്കൗട്ട്സ് അവരോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോൾ ഞാൻ ഗേൾ ആണ്, അവർ ബോയ് ആണ് എന്നൊന്നും ചിന്തിക്കാൻ എനിക്ക് സമയമേ കിട്ടിയിട്ടില്ല. സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകളെ പിന്നോട്ട് വലിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആരോഗ്യമായി എഴുന്നേറ്റ് നടക്കണോ എങ്കിൽ എക്സസൈസ് ചെയ്യൂ. അത് ഇവിടെ തന്നെ വന്ന് ചെയ്യണമെന്നോ എൻ്റെ തന്നെ സമയത്ത് വന്ന് ചെയ്യണമെന്നോ നിർബന്ധമില്ല. നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിൽ, നിങ്ങളുടെ കൺവീനിയൻറ്റ് സ്പോട്ടിൽ, നിങ്ങൾക്ക് കൺവീനിയൻ്റ്
ആയ ട്രെയിനേഴ്സിനോടൊപ്പം തന്നെ അത് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യൂ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നമ്മളിവിടെ എന്തിനാ വരുന്നേ? വർക്കൗട്ട് ചെയ്യാൻ. അത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ കണ്ടോ? അവരാരെങ്കിലും നമ്മൾ എന്ത് ചെയ്യുന്നു, എങ്ങനെ നിൽക്കുന്നു, എങ്ങനെ ചരിയുന്നു, ഏതെങ്കിലും കാര്യത്തിൽ ബോധേഡാണോ? അല്ല. ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്നത് പോലെ തോന്നില്ലേ? ഇതാണ് കോബ്ര പോസ്. എൻ്റേത് ഇനിയും കറക്റ്റ് ആകാനുണ്ട്. മാസ്റ്റർ ചെയ്യുന്നത് നല്ലോണം ശ്രദ്ധിക്കണേ. അതാണ് കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ. അപ്പോൾ വർക്കൗട്ട് ചെയ്യൂ, ആരോഗ്യം മെച്ചപ്പെടുത്തൂ, കാര്യങ്ങൾ ഉഷാറാകട്ടെ. താങ്ക് യു. ബൈ.